ഹലോ ഫ്രണ്ട്സ്, 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഡേ 18. അങ്ങനെ നമ്മൾ 18ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ടെസ്ല കോഡ് 369. നിങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. ദശലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുന്നതും 100% ഫലം തരുന്നതുമായ ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ടെസ്ല കോഡ്. എങ്ങനെ ടെസ്ല കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സ്വന്തമാക്കാം? അതിനായി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടുന്നതാണ്. ടെസ്ല കോഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പിന്തുടരേണ്ട 5 സ്റ്റെപ്പുകളുണ്ട്. നോക്കാം. എന്താണ് 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്? ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ ശാസ്ത്രജ്ഞൻ ആരെന്ന ചോദ്യത്തിന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ മറുപടി ഇതാണ്. നിക്കോളാസ് ടെസ്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 200-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തെ ഞെട്ടിച്ച വ്യക്തിയാണ് നിക്കോളാസ് ടെസ്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇലക്ട്രിക് സിസ്റ്റം കണ്ടുപിടിച്ചത് ടെസ്ലയാണ്. ഈ ലോകത്തിൽ അദ്ദേഹം അത്ഭുതകരമായ മറ്റൊരു കോർഡിനേഷനും കണ്ടെത്തി. അതാണ് ടെസ്ല കോഡ് 369. ഈ കോഡിനെ അദ്ദേഹം വിളിച്ചത് ഡിവൈൻ നമ്പർ എന്നാണ്. എങ്ങനെയാണ് ടെസ്ല കോഡ് ഉപയോഗിച്ച് നാം ആഗ്രഹിക്കുന്ന ജീവിതം സ്വന്തമാക്കാൻ സാധിക്കുന്നത്? നോക്കാം. ഇതിനായി 2 കാര്യങ്ങൾ നിങ്ങൾ കൂടെ കരുതണം. ഇത് പ്രാക്ടീസ് ചെയ്യാനായി ഒരു പുതിയ നോട്ട്ബുക്കും പുതിയ പേനയും വാങ്ങുക. നിങ്ങൾക്ക് നിരവധി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതൊരു ചെറിയ ഗോളായിക്കോട്ടെ. കാരണം ചെറിയ ഗോളാണ് നമുക്ക് വേഗത്തിൽ ലഭിക്കുന്നത് എങ്കിൽ നമുക്കൊരു വിശ്വാസം വരും. വലിയ ഗോൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സമയം നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മനസ്സിന് എന്താണ് സംഭവിക്കുക? അയ്യോ, അത് നടന്നില്ലല്ലോ എന്നുള്ള ആശങ്ക വരും. അതുകൊണ്ടാണ് ചെറിയ ഗോൾ എടുക്കാൻ പറയുന്നത്. എന്നിട്ട് ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യമായാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അവിശ്വാസത്തിൻ്റെ തലം ഉയരുകയും വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തിരഞ്ഞെടുത്തതിന് ശേഷം അത് എഴുതി വയ്ക്കുക. ഇത് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? വ്യത്യസ്തമായ 3 സമയങ്ങളിലാണ് ഇത് എഴുതേണ്ടത്. 1, അതിരാവിലെ എഴുന്നേറ്റ ഉടനെ 3 പ്രാവശ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എഴുതുക. 2, വൈകിട്ട് 6 മണിക്ക് മുമ്പായി അതേ കാര്യം 6 പ്രാവശ്യം എഴുതുക. 3-മതായി അതേ ആഗ്രഹം തന്നെ ഉറങ്ങുന്നതിന് മുൻപ് വീണ്ടും 9 തവണ എഴുതുക. നിങ്ങൾ ഓരോ കാര്യം എഴുതുമ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന ബോധ്യത്തോടെ പുഞ്ചിരിയോടെ ആയിരിക്കണം നിങ്ങൾ ഇത് എഴുതേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ ആവർത്തിക്കാം. വ്യത്യസ്തമായ 3 സമയങ്ങളിലാണ് ഇത് എഴുതുക. അതിരാവിലെ എഴുന്നേറ്റ ഉടനെ 3 പ്രാവശ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എഴുതുക. വൈകിട്ട് 6 മണിക്ക് മുമ്പായി അതേ കാര്യം 6 പ്രാവശ്യം എഴുതുക. 3-മതായി അതേ ആഗ്രഹം തന്നെ ഉറങ്ങുന്നതിന് മുൻപ് വീണ്ടും 9 തവണ എഴുതുക. നിങ്ങൾ ഓരോ കാര്യം എഴുതുമ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന ബോധ്യത്തോടെ വേണം നിങ്ങളിത് എഴുതേണ്ടത്. എങ്ങനെയാണ് ഈ മെത്തേഡിൽ ആഗ്രഹങ്ങൾ എഴുതേണ്ടത് നോക്കാം. ലളിതമായി 1 അല്ലെങ്കിൽ പരമാവധി 2 വാചകത്തിൽ വെട്ടും തിരുത്തുമില്ലാതെ എഴുതണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിലാണ് എഴുതേണ്ടത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവം അത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ കഴിയണം. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനുള്ള ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയാം. ഞാൻ ആഗ്രഹിച്ച വ്യക്തിയുമായുള്ള വിവാഹം വളരെ സന്തോഷത്തോടെ നടന്നതിന് നന്ദി. ഞാൻ ആഗ്രഹിച്ച പ്രൊമോഷൻ ലഭിച്ചതിന് നന്ദി. ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിച്ചതിന് നന്ദി. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വാച്ച് വാങ്ങിക്കാൻ സാധിച്ചതിന് നന്ദി. എനിക്ക് ഈ മാസം 5000 രൂപ ലഭിച്ചതിന് നന്ദി. ഇങ്ങനെ ഷോർട്ടായിട്ടാണ് എഴുതേണ്ടത്. എത്ര ദിവസം നിങ്ങൾ ടെസ്ല കോഡ് പ്രാക്ടീസ് ചെയ്യണം? ചുരുങ്ങിയത് 21 ദിവസമെങ്കിലും മുടങ്ങാതെ ഇത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു, അതായത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഫീലിങ്സിലായിരിക്കണം ഈ 21 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, യാതൊരു സംശയവും ടെൻഷനും വിഷമവും ഒന്നും പാടില്ല.
നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ചെറിയ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ടെസ്ല കോഡിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.